ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുട്ടി വ്ളോഗാണ്. ഞങ്ങളിത് അതിരപ്പള്ളി മലക്കപ്പാറ പോവാമെന്ന് വിചാരിച്ചത് ഇങ്ങനെ ചെറിയൊരു ട്രിപ്പിലാണ്. അപ്പോൾ പോണേൻ്റെ വഴിക്കുള്ള ചെറിയ വ്യൂസും അതുപോലെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞങ്ങൾ കാറിനാണ് കേട്ടോ പോയത്. കാറിന് പോണ വഴിക്കുള്ള ചെറിയ ഒരു വ്യൂസാണ് ഇത്. നല്ല രസമാട്ടോ ഇത് കാണാനായിട്ട്. നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെയാണ് നമ്മൾ കാണണത്. അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയില്ല, കാരണം പിള്ളേരൊക്കെ വണ്ടിയുടെ ഉള്ളിലുള്ള കാരണം നമ്മൾ കറക്റ്റ് ആ സ്പോട്ടിലെത്തിയപ്പോൾ മാത്രമാണ് ഇറങ്ങിയുള്ളൂ. മലക്കപ്പാറ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ അതിരപ്പള്ളി വാഴച്ചാലൊന്നും കണ്ടിട്ട് അവിടെ ഒന്നും നിർത്തിയില്ല. പക്ഷേ മലക്കപ്പാറ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. 2 മണി കഴിയാണ്ട് കടത്തി വിടില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2 മണി കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ക്യൂ ആണ്. വണ്ടികളൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് തിരിച്ചാണെങ്കിൽ റിട്ടേൺ 6 മണിക്കുള്ളിൽ തിരിച്ച് വരെയും വേണം. പക്ഷേ ആ ഒരു പ്ലാനിങ് നടക്കാത്ത കാരണം ഞങ്ങൾ മലക്കപ്പാറ ക്യാൻസൽ ചെയ്തു. കാരണം നമ്മൾ 2 മണി 2:30 ആയി അവിടെ എത്തി. അതായത് മലക്കപ്പാറ പോണ റൂട്ടിലോട്ട് പോയപ്പോൾ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് എപ്പോൾ എത്താനാന്ന് വിചാരിച്ച് പിന്നെ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞങ്ങളിത് അതിരപ്പള്ളി എത്താറായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് അതിരപ്പള്ളിയിൽ ഒന്ന് അവിടുത്തെ വാട്ടർഫോൾസൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വണ്ടിയുടെ ഉള്ളിലാണ് കേട്ടോ പോണത്. എല്ലാവരും തന്നെ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്നലെ ഈ ഒരു ടൈമിൽ ലൈവ് ഇട്ടായിരുന്നു. ജസ്റ്റ് നമ്മുടെ ഈ ഒരു വ്യൂസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ലൈവ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളിയിലെത്തിയിട്ട് അവിടെ കുരങ്ങച്ചന്മാരെയൊക്കെ കണ്ടു. കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ, നമ്മുടെ പിന്നാലെ നിന്ന് മാറില്ല. സിയാൻ ആ കുഞ്ഞിക്കുരങ്ങൻ്റെ വാലിലിട്ട് കാലും കൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചപ്പോഴത്തേന് പിന്നെ അത് നമ്മുടെ മേത്തേക്ക് വരാൻ പോയി. പിന്നെ എനിക്ക് കുരങ്ങന്മാരെ ഭയങ്കര പേടിയാണ്. കുരങ്ങൻ, പട്ടി സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് കാണും, അത്ര തന്നെ. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയുടെ ആ ഒരു അടുത്തെത്തി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ മലക്കപ്പാറ പോണ റൂട്ടിൽ ജസ്റ്റ് ഒന്ന് പോയിപ്പോൾ നോക്കിയതാണ്. സൈഡിൽ ഇങ്ങനെ ഒരു വാട്ടർഫോൾസ്, ചെറിയ വാട്ടർഫോൾസിന് വേണ്ടി ഞങ്ങൾ കോലുമിഠായിയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും കൊച്ചും കൂടി. ഞാൻ കുറച്ച് കഴിക്കും, പിന്നെ കൊച്ചു കഴിക്കും. അങ്ങനെ തിരിച്ച് നമുക്ക് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് വന്നപ്പോൾ അതിരപ്പള്ളിയിലുള്ള ആ ഒരു വെള്ളച്ചാട്ടമാട്ടെ ഈ കാണണത്. നമുക്കതിൻ്റെ താഴത്തേക്കൊന്നും പോകല് നടക്കില്ല, കാരണം കൊച്ചുങ്ങളെയും കൊണ്ട് കയറാനും വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് രസമാണെന്ന് നോക്കിയാൽ ഒരു വാട്ടർഫോൾസ് കാണാനായിട്ട്. പിന്നെ നമ്മൾ ദൂരേന്ന് എടുത്തത് കാരണം അത്ര ഒരു ഇതല്ല. പിന്നെ കുരങ്ങനൊക്കെ വന്നാണ്ട കുറേ കുരങ്ങന്മാരായിരുന്നു, ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മുടെ അടുത്തേക്ക് നമ്മളെന്തെങ്കിലും അടുത്തേക്ക് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേനും വരിക തന്നെയായിരുന്നു. പിന്നെ തൊട്ടടുത്തൊക്കെ കുറേ കളി സാധനങ്ങളൊക്കെ വാങ്ങിക്കണ കടകളുണ്ടായിരുന്നു. സിയാൻ അതിൽ നിന്നൊരു കളിപ്പാട്ടൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഏഴാറ്റുമുഖത്തിലേക്കാട്ടോ പോയത്. ഏഴാറ്റുമുഖത്ത് ചെറിയ ഇങ്ങനെ തുരുത്ത് പോലത്തെ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പം സിയാനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അലോണൊക്കെ വെള്ളത്തിലിറങ്ങി. പിന്നെ ഞാനും കുറച്ച് നേരം കാലൊക്കെ ഒന്ന് മുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാലൊക്കെ മുക്കി കുറച്ച് നേരം ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഒന്നിട്ട് ചെറിയ റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വെള്ളത്തിലിറങ്ങിയതാണ്. പിന്നെ കുറേ നേരം ഒന്നും ഇരിക്കാൻ പറ്റുമൊന്നുമില്ല. പിള്ളേരെയും കൊണ്ട് കുറേ നേരം വെയിലത്തേക്കൂടെ നടക്കലും പിടിക്കലും ഒന്നും. സിയാനാണെങ്കിൽ വെള്ളം കണ്ടതോടുകൂടി ആക്രാന്തം തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിയായിരുന്നു, വല്ല കാലെങ്ങാനും വഴുതി വീണ് കഴിഞ്ഞാൽ മുട്ടുകാലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പണിയല്ലേ. അങ്ങനെ അവരുടെ കളിയിൽ ചെയ്തു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ അവിടെ കാലൊക്കെ മുക്കിയിരുന്നു. നല്ല രസമാട്ടോ കുറച്ച് നേരമൊക്കെ അവിടെ. പിന്നെ നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് കുറേ നേരമൊക്കെ ഇരിക്കണം. പക്ഷെ അതിനുള്ള ഒരു ടൈമോ കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ സമയം കൈ പിടിച്ചിട്ടാണ് വന്നത്. തിരിച്ച് വേഗം പോവുകയും വേണം. അങ്ങനെ അപ്പോൾ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കാലൊക്കെ മുക്കിയിട്ടിരുന്നു. പിന്നെ കുഞ്ഞിതിനെയും കുറച്ച് നേരം കാലൊക്കെ മുക്കിച്ചിരുത്തി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും സമയമായി. പിന്നെ ഞങ്ങളൊരു 4 മണി 4:30 ആയപ്പോഴത്തേനും ഇവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ കറക്റ്റ് ഒരു 5:30 ആയപ്പോഴത്തേനും വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വ്യൂസൊക്കെ വരണത്. വെറുതെ റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഒരു മിനി വ്ളോഗ് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യണവർ മസ്റ്റായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഇതുപോലത്തെ ചെറിയ മിനി വ്ളോഗ്സ്, അതുപോലെ ഡ്രസ് കളക്ഷൻസ്, പിന്നെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട്. അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത്. പിന്നെ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.